ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഡിഗ്രി പ്രിലിംസ് പാസ്സാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നുള്ള ഏരിയ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ മാർക്കുകൾ നമുക്ക് ലഭിക്കുന്ന ഏരിയ ഈ പറയുന്ന 50 മാർക്കിൻ്റെ മെം ഏരിയയാണ്. ഇതിൽ നിന്നും മാക്സിമം സ്കോർ ചെയ്യാനുള്ള രീതിയിലുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമുക്ക് വേണ്ടത്. ഇതിൽ 50 മാർക്കിൽ 40ന് മുകളിൽ ലഭിച്ചാൽ തന്നെ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഒരു നല്ല സ്കോർ നേടുവാനായിട്ട് കഴിയും. കാരണം എന്തെന്നാൽ നമ്മൾക്ക് GK പോർഷനിൽ നിന്നും എങ്ങനെ പോയാലും ഒരു 10 മുതൽ 20 മാർക്ക് വരെ അത്യാവശ്യം പഠിക്കുന്ന ഒരാൾക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ സേഫ് സ്കോറായിട്ടുള്ള 60യിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്നീ ഭാഗങ്ങളിൽ നിന്നും എങ്ങനെയാണ് 40+ മാർക്ക് നേടുക എന്ന് നോക്കാം. ആദ്യമായി മാത്സിൻ്റെ ഭാഗം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അരിത്തമെറ്റിക്കും അതുപോലെ തന്നെ റീസണിങ്ങുമാണ് ഉള്ളത്. ഇതിൽ റീസണിങ്ങിന് വലിയ പ്രാധാന്യം നൽകാതെ അരിത്തമെറ്റിക്കിൽ കൂടുതലായി ഫോക്കസ് ചെയ്യുക. നിങ്ങൾ മാത്സിൽ വലിയ മിടുക്കുള്ള ആൾ അല്ലെങ്കിൽ അത്യാവശ്യം മാത്സ് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അരിത്തമെറ്റിക്കിൽ ഫോക്കസ് ചെയ്യരുത്. റീസണിങ്ങിൽ ഫോക്കസ് ചെയ്യുക. കാരണം റീസണിങ് എന്നത് അല്പം ട്വിസ്റ്റിംഗ് ആണ്. ആ മേഖലയിൽ നിന്നും എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ട് വരും. അരിത്തമെറ്റിക് ഭാഗങ്ങളിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ പൊതുവെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ഫോർമാറ്റും ഏകദേശം ഒരേപോലെയാണ്. അതുകൊണ്ട് മാത്സ് നന്നായിട്ട് അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരുപാട് സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മാത്സിൽ നിങ്ങൾക്ക് അധികം അറിവ് ഇല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും അരിത്തമെറ്റിക്കിൽ വേണം തുടങ്ങാനായിട്ട്. നന്നായി ബേസിക് ഫോർമുലാസ് പഠിക്കണം. ഒരു 15 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളും നിങ്ങൾക്ക് കാണാപ്പാഠമായിരിക്കണം. അതുകൂടാതെ എക്സ്ട്രാ നമ്മൾക്ക് സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഷോർട്ട് കട്ട് മെത്തേഡുകൾ നമ്മൾ പരീക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 1 മുതൽ 10 വരെയെങ്കിലുമുള്ള സംഖ്യകളുടെ ക്യൂബ്സും പഠിച്ചിരിക്കണം. കാരണം അത് റീസണിങ്ങിൽ നമ്മൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. അതുപോലെ മാത്തമാറ്റിക്സിലെ കാൽക്കുലേഷനും അത് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ഇതൊക്കെ എന്തായാലും എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ കൃത്യമായി വിട്ടുകളയാതെ ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കണം. ഇനി നമ്മൾക്ക് ഇംഗ്ലീഷ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും ഇതുപോലെ തന്നെ വൊക്കാബുലറിയും അതുപോലെ ഗ്രാമർ ഭാഗവുമാണ് ഉള്ളത്. ഇതിൽ ഗ്രാമർ ഭാഗത്തിന് കൂടുതൽ ഊന്നൽ നൽകി പഠിക്കേണ്ടത് ഇംഗ്ലീഷിൽ വലിയ അറിവ് ഇല്ലാത്ത ആളുകളാണ്. നിങ്ങൾ അത്യാവശ്യം നന്നായി ഗ്രാമർ അറിയാവുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കതിൽ റിവിഷൻ മാത്രം മതിയാകും. എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വൊക്കാബുലറി ഭാഗം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് അഭികാമ്യം. അതായത് ഡിഗ്രി പോലുള്ള ഒരു എക്സാമിന് തീർച്ചയായിട്ടും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഏരിയ, മലയാളം കുറച്ചുകൂടി വേഴ്സറ്റൈൽ ആണെങ്കിലും ഇംഗ്ലീഷ്, മാത്സ് കുറേ കൂടി അതേ പാറ്റേൺ ഫോളോ ചെയ്യുന്നത് കൊണ്ട് PYQ തന്നെ ചെയ്ത് പഠിക്കുന്നതായിരിക്കും അഭികാമ്യം. വൊക്കാബുലറി ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അതായത് സിനോണിംസ്, ആൻറ്റോണിംസ്, അതുപോലെ തന്നെ ജെൻഡറൊക്കെ റാൻഡമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. എന്നാലും നമ്മൾക്കത് ലഭിച്ചാൽ തീർച്ചയായിട്ടും കിട്ടേണ്ടതുള്ളത് കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന കൂട്ടത്തിൽ ഇതുകൂടി പഠിച്ചു പോവുക. അത്യാവശ്യം കുറച്ച് വാക്കുകളുടെ സ്പെല്ലിങ്ങുകളും നിങ്ങൾക്ക് അറിയാമായിരിക്കണം. അത് ഡേ ബൈ ഡേ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അധികവും PS ചോദിക്കുന്ന സ്പെല്ലിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ കേൾക്കാറുള്ള വാക്കുകൾ തന്നെയാണ്. അതിൽ സ്പെല്ലിങ്ങിൽ നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അറിയില്ലാത്തൊരു വാക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് വിട്ടുകളയുകയുള്ളൂ. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് PSC കുറച്ചുകൂടി നിങ്ങൾ കേട്ടിട്ടുള്ള എന്നാൽ സ്പെല്ലിങ്ങിൽ കൺഫ്യൂഷനുള്ള വാക്കുകളാണ് തിരഞ്ഞെടുക്കാറുള്ളത്. അത് നിങ്ങൾക്ക് PYQ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക.
ഇനി മലയാളം ഭാഗമാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് വാക്കുകളുടെ പര്യായ പദങ്ങൾ പഠിക്കുവാൻ ശ്രദ്ധിക്കുക. വാക്യശുദ്ധിയും പ്രധാനമാണ്. അത്യാവശ്യം വാക്കുകളുടെ പര്യായ പദങ്ങൾ അറിയാമെങ്കിൽ തന്നെ നമ്മൾക്ക് ഒരു 3 മാർക്കോളം ഉറപ്പിക്കാവുന്നതാണ്. പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത് എന്നുള്ളവയാണ് മറ്റുള്ളവ. അതും ഡെയിലി ബേസിസിൽ ചെയ്തു പോവുക. ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മെം ഭാഗത്തിൽ നിന്നും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്നീ ഭാഗങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത്. ബാക്കി GK പോർഷൻസ് എല്ലാം നിങ്ങൾ ഓരോ സബ്ജക്റ്റ് വൈസ് എടുത്ത് അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുന്നേ PSC ചോദിച്ചിട്ടുള്ള ഏരിയാസ് മാത്രം കവർ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.